ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളൊരു വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അപ്പോൾ അതേ രാവിലെ ഞങ്ങൾക്ക് കാപ്പിക്ക് ഇവിടെ പുട്ടും കിഴങ്ങ് കറിയുമാണ്. പുട്ട് വെച്ച ഉടനെ തന്നെ നമ്മൾ ഗോവയ്ക്ക് അരിഞ്ഞെടുക്കുവാണ്. പെട്ടെന്ന് ചെയ്യണമല്ലോ. ഒരു 6:45 ഒക്കെ ആയിട്ടുണ്ടാവും. ഇന്നലെ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. അങ്ങനെ ഒരു സൈഡിൽ പുട്ടും ഒരു സൈഡിൽ ഞാൻ ഗോവയ്ക്കായും മെഴുക്ക് പുരട്ടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ താളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മൈൻഡ് ചെയ്യണ്ട. ഇത്തിരി എണ്ണയും കൂടി കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വരണ്ടിങ്ങനെ വന്നോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അപ്പോൾ അത് നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഞാനിത് അങ്ങനെ മൊരിയിച്ചെടുത്തില്ല, ജിനിഷേണ്ണ അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ തന്നെ അമ്മച്ചി പാല് മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പം തന്നെ അത് അടപ്പയിലായിട്ട് വെച്ചു. പാലടപ്പയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തക്കാളി പെട്ടെന്ന് അരിഞ്ഞെടുത്ത്. ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വീഡിയോ എടുത്തത് തെറ്റിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ആരും ഒന്നും വിചാരിക്കരുത്. അങ്ങനെ നമ്മുടെ ഗോവയ്ക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നലത്തെ ഇഷ്ടു കറി. അതിൻ്റെ ഒരു ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. ഞാനങ്ങനെ കറിയൊന്നും കൂട്ടാറില്ല. ഇത്തിരി തേങ്ങയെല്ലാം ചിരണ്ടിയിട്ടാണ് പുട്ട് കഴിക്കുന്നത്. അങ്ങനെ തക്കാളി മെഴുക്ക് പുരട്ടാനായിട്ട് വെച്ചു. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഒരു ഇച്ചിരി കൂടുതലിടും, എന്നാലേ പച്ച കളറിൽ വരുള്ളൂ. അങ്ങനെ തക്കാളി അടപ്പേ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ തന്നെ ജിനിഷന് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ജിനിഷന് വേണ്ട ചോറും കറിയൊക്കെ എല്ലാം എടുത്തു. ഇന്നലത്തെ മീൻ കറിയും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയതും തക്കാളി മെഴുക്ക് പുരട്ടിയതായിട്ടുണ്ടായിരുന്നു. തക്കാളി മെഴുക്ക് പുരട്ടിയും കൂടി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ചോറ് കെട്ടൽ കഴിഞ്ഞ്. അത് കഴിഞ്ഞൊന്ന് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഡാനിയും ഡെയിനുമായിട്ട് സൈക്കിളിലോട്ട് വരുന്നു. അങ്ങനെ ജിനീഷേട്ടൻ പോയി. അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. അതും കഴുകി വെച്ച് പിന്നെ പല്ല് തേച്ച് കാപ്പിയൊക്കെ കുടിച്ച് അലക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നത് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെയുള്ള പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി നങ്ക് കിട്ടിയായിരുന്നു. അപ്പം നങ്ക് ഇന്നലെ അമ്മച്ചി വെട്ടി വെച്ചിരിക്കുമായിരുന്നു. അപ്പം അതൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കണം. അപ്പം എൻ്റെ റേഡിയോയിൽ നിറച്ച് പൊടിയായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ റേഡിയോ തുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു പണി അതിൽ കിട്ടി. അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ തേങ്ങ ചിരണ്ടിയതുണ്ടായിരുന്നു. അതും എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഉള്ളിയും പൊളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും. നിങ്ങൾ വെളുത്തുള്ളി ഇടുക, ഞാൻ വെളുത്തുള്ളി ഇടിയത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അങ്ങനെ തന്നെ ആ തേങ്ങയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളവും ഒഴിച്ച് അത് അരക്കാനായിട്ട് മാറ്റി വെച്ച്. അങ്ങനെ അത് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എരിവിച്ചിട്ട് കുറവുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ തന്നെ ഞാൻ 2 പച്ചമുളക് അങ്ങോട്ട് കീറിയിട്ട്. അപ്പോൾ ഇങ്ങനെ കീറിയിടുമ്പോൾ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും. നല്ല ടേസ്റ്റാണ് നങ്ക് കറി വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണത്. അങ്ങനെ ചോറ് അടപ്പയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടപ്പയിൽ തീയുള്ളത് കൊണ്ട് കഞ്ഞി അടച്ചത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടപ്പയിലിട്ട് തന്നെ നങ്ക് കറിയും വെച്ചു. അപ്പോൾ നങ്ക് അപ്പം തന്നെ ഇട്ട് തന്നെ പൊടിഞ്ഞു പോവും. അപ്പോൾ നങ്ക് വെക്കുമ്പോഴേക്കും കറിയും തിളച്ച് കഴിഞ്ഞിട്ട് ഇടുവാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ നങ്കൊന്ന് കഴുകി വൃത്തിയാക്കി അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മാങ്ങ ഇടാൻ മറന്നുപോയി. പുളി ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. അങ്ങനെ മാങ്ങയും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും നങ്ക് ഇച്ചിരി വറുക്കാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നങ്കും വറുത്ത് പിന്നെ നങ്ക് കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഊണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.